Magic morning. Magic morning. Hello. കേൾക്കാം. ഓക്കെ. താങ്ക് യു. ശരി. അപ്പോൾ നമുക്ക് മെഡിറ്റേഷന് കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി മോഡിലായിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് തന്നെ പോവാം. സോ മാക്സിമം വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്തിരിക്കും. കാലാവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ? ഇവിടെ കുഴപ്പമില്ല, മഴയൊക്കെ ഉണ്ടായിരുന്നു. അതല്ലേ, ഇവിടെ നല്ല മഴയാണ്. ഓ ശരി. 3 ദിവസം ഒഴിഞ്ഞ സമയമില്ല. ശരിയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോ എനിവേ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ബുക്ക് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ ബുക്ക് റിവ്യൂ എടുക്കാൻ വേണ്ടി നൗഫൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നൗഫൽ സാറിന്റെ ഇന്നത്തെ ബുക്ക് റീഡിങ്ങിന് വേണ്ടി നൗഫൽ സാർ ചൂസ് ചെയ്തിട്ടുള്ള ബുക്സ് എന്ന് പറഞ്ഞ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ എന്നാണ്. സോ ഈ ഒരു ബുക്കിന്റെ റിവ്യൂ സംസാരിക്കാനായിട്ട് നൗഫൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നൗഫൽ സാർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സർ, കേൾക്കാം, ക്ലിയർ ആണ്. നല്ല മഴ, നല്ല തണുപ്പായിട്ടൊക്കെ അതിനൊക്കെ അതിജീവിച്ച് വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാളെ ആവട്ടെ എന്ന് നീട്ടിവെക്കാതെ എല്ലാവരും ക്ലാസ്സിലും മെഡിറ്റേഷനിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് തന്നെ ഒരു വിജയത്തിന്റെ തുടക്കമാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. താങ്ക് യു ഓൾ. ഈ ബുക്ക് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ആണ്. ഇതിനു മുമ്പ് ഏകദേശം ഒരു 2-3 കേൾക്കുന്നില്ലേ? കേൾക്കാം. വീഡിയോ ഓഫ് ചെയ്താണോ? സോറി നേരത്തെ കൈതട്ടി പോയതാണ്. താങ്ക് യു മാം. അപ്പോ ഇതിനു മുമ്പ് ഇതിലെ 2-3 സെക്ഷനായിട്ട് എടുത്തിരുന്നു. അതില് പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യോ? അത് ഓർക്കുന്നുണ്ടോ ഒന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. താങ്ക് യു. അതായത് പുതിയ ആളുകളൊക്കെ ഉണ്ടാവും, ഈ പുസ്തകം വായിച്ചവരും ഉണ്ട്, ഇതിൽ ക്ലാസ് കേട്ടവരുണ്ട്, എന്നാൽ ഇത് തീരെ അറിയാത്തവരും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പകുതി ചാപ്റ്റർ തൊട്ട് വായിക്കുമ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് 2 കാര്യങ്ങളായിരുന്നു ഇതിനെ കുറിച്ച്. അതായത് നമ്മൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും 10% കുറയാതെ മാറ്റി വെക്കുക. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു തുക എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ജോർജ് സാമുവൽ ക്ലാസ് എന്നുള്ള ഒരാളെ എഴുതിയ ബുക്കാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ. അപ്പൊ ഇതിന്റെ ഒരു ആമുഖമായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ചതിന് ശേഷം നമ്മൾ തുടർന്ന് വായിക്കുന്നുള്ളൂ. ജീവിതത്തിലേക്കുള്ള ഒരു പാത പോലെ ഭാവി നിങ്ങളുടെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ആ പാത നീളെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന അഭിലാഷങ്ങളാണ്. നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഇച്ഛിക്കുന്ന മോഹങ്ങളാണ്. നിങ്ങളുടെ അഭിലാഷങ്ങളും മോഹങ്ങളും സഫലീകരിക്കണമെങ്കിൽ നിങ്ങൾ ധനസമ്പാദനത്തിൽ വിജയിക്കണം. ഇനി അങ്ങോട്ടുള്ള താളുകളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ധനകാര്യ തത്വങ്ങൾ ഉപയോഗിക്കുക. പൊട്ടിയ പേഴ്സിന്റെ ഞെരുക്കത്തിൽ നിന്നും ഒരു നിറഞ്ഞ പേഴ്സ് സാധ്യമാക്കുന്ന കൂടുതൽ സമൃദ്ധവും സന്തുഷ്ടവുമായ ജീവിതത്തിലേക്ക് അവ നിങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ. ഗുരുത്വാകർഷണ നിയമം പോലെ ധനത്തെക്കുറിച്ചുള്ള ഈ നിയമങ്ങൾ സഹവാത്രികവും മാറാത്തതുമാണ്. ഒരുപാട് ആളുകൾ അനുഭവിച്ചറിഞ്ഞതുപോലെ നിങ്ങൾക്കും അവ കൊയ്ത്ത പേഴ്സിലേക്കും കൂടുതൽ വലിയ ബാങ്ക് ശേഷിപ്പിലേക്കും ആഹ്ലാദിക്കുന്ന സാമ്പത്തിക പുരുതിലേക്കും ഭദ്രമായ ഒരു താക്കോലായി പരിണമിക്കപ്പെടട്ടെ. ലൗകികമായ വിജയത്തെ അളക്കാനുള്ള മാധ്യമമാണ് ധനം. ഭൂമിക്ക് നൽകാൻ കഴിയുന്ന ഉത്കൃഷ്ടമായ ആസ്വാദനം സാധ്യമാകുന്ന ധനമാണ്. ധനസമ്പാദനത്തെ നിലനിൽക്കുന്ന ലളിതമായ നിയമങ്ങൾ ഗ്രഹിക്കുന്നവരിൽ ധനം സമൃദ്ധമാണ്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിലെ തെരുവുകളിൽ ധനികരായ മനുഷ്യർ വിങ്ങിയ കാലത്ത് ധനത്തെ നിയന്ത്രിച്ച അതേ നിയമങ്ങളാണ് ഇന്നും അത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. എന്നാൽ അത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നോയിസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് പറയുന്ന കുറച്ച് പോയിന്റുകളോടും പറയാം. കാണുക, ധനസമ്പാദനത്തെ നിയന്ത്രിക്കുന്ന ലളിതമായ നിയമങ്ങൾ ഗ്രഹിക്കുന്നവർ ധനം സമൃദ്ധമാണ്. നിങ്ങളുടെ പണസഞ്ചിയെ കൊയ്പ്പിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ സ്വർണ്ണ നാണയങ്ങളെ ഇരട്ടിപ്പിക്കുക. ഒരു പഴയ
കാലത്തെ ബുക്കാണ്. 1800 സംതിങ്ങിലിട്ട് എഴുതിയ ബുക്കാണ്. അതുകൊണ്ടാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വർണ്ണ നാണയങ്ങൾ പറയുന്നത് നമ്മളെ പണത്തെ സങ്കല്പിക്കുക. നിങ്ങളുടെ സമ്പത്തിനെ നഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കുക. നിങ്ങളുടെ പാർപ്പിടത്തെ ഒരു ലാഭകരമായ നിക്ഷേപമാക്കുക. ഭാവിയിലേക്ക് ഒരു വരുമാനം ഉറപ്പാക്കുക. സമ്പാദിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക. ഒരുപാട് സ്കില്ലൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇത് മുമ്പ് നമ്മൾ വായിച്ചു പോയ കാര്യങ്ങൾ. അപ്പൊ പുതിയ ആളുകൾക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വായിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതില് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മള് അവസാനിപ്പിച്ചത് സ്വർണത്തിന്റെ പഞ്ചനിയമങ്ങളാണ്. ഓർക്കുന്നുണ്ടാണെങ്കിലും സ്വർണത്തിന്റെ പഞ്ചനിയമങ്ങളാണ് നമ്മൾ അവസാനമായിട്ട് വായിച്ചത്. അപ്പൊ അത് ഒരിക്കൽ കൂടി വായിച്ചിട്ട് തുടങ്ങാണ്. എന്റെയും കുടുംബത്തിന്റെയും ഭാവിക്കായി ഭൂസ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി സമ്പാദ്യത്തിന്റെ 10-1 കുറയാതെ മാറ്റിവെക്കുന്ന ഏതൊരു മനുഷ്യനിലേക്കും ധനം സന്തോഷത്തോടെയും വർദ്ധിച്ച അളവിലും വരുന്നു. അതായത് നമ്മള് കിട്ടുന്ന വരുമാനത്തിന്റെ 10-1 കുറയാതെ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു 1000 രൂപ ഡെയിലി വേജസ് കിട്ടുന്ന ഒരാളാണെങ്കിൽ 100 രൂപ മാറ്റി വെക്കുക എന്നുള്ളത്. ആ 100 രൂപ പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ല വേറൊരു ആവശ്യം വരുമ്പോൾ. അത് സ്വരൂപിച്ച് അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പണമായിട്ട് മാറ്റി വെക്കണം. ലാഭകരമായ തൊഴിൽ കണ്ടെത്തുന്ന ബുദ്ധിമാനായ ഉടമക്ക് വേണ്ടി ധനം ഉത്സാഹത്തോടെയും സമൃദ്ധിയോടെയും അധ്വാനിക്കുന്നു. അത് വയലിലെ ആട്ടിൻ കൂട്ടങ്ങളെ പോലെ പെരുകുന്നു. ധനം കൈകാര്യം ചെയ്യുന്നതിൽ ജ്ഞാനികളായ ആളുകളുടെ ഉപദേശപ്രകാരം നിക്ഷേപിക്കുന്ന ജാഗ്രതയുള്ള ഉടമയുടെ സംരക്ഷണത്തെ അത് മുറുകെ പിടിക്കുന്നു. വൈദഗ്ധ്യമുള്ളവർ അംഗീകരിക്കാത്തതും പരിചയമില്ലാത്തതുമായ കച്ചവടങ്ങളിലോ കാര്യങ്ങളിലോ നിക്ഷേപിക്കുന്ന ഏതൊരാളിൽ നിന്നും ധനം വൈദിപ്പോകും. നമുക്കറിയാത്ത കച്ചവടങ്ങൾ ചെയ്താൽ പണം നഷ്ടപ്പെടും എന്നുള്ള സൂചന. ധനത്തെ അസാധ്യമായി സമ്പാദ്യം ഉണ്ടാക്കാൻ നിർബന്ധിക്കുകയോ തന്ത്രശാലികളുടെയോ കൗശലക്കാരുടെയോ ആകർഷമായ ഉപദേശം പിന്തുടരുകയോ അല്ലെങ്കിൽ അതിനെ തന്റെ സ്വന്തം പരിചയക്കുറവിലും കാൽപ്പനിക ആഗ്രഹങ്ങളിലും വിശ്വസിച്ച് നിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഏതൊരാളിൽ നിന്നും സമ്പത്ത് ഓടിപ്പോകുന്നു. ഇവയാണ് എന്റെ പിതാവ് എഴുതിയ ധനത്തിന്റെ പഞ്ചനിയമങ്ങൾ. ഇവ സ്വർണത്തെക്കാൾ മൂല്യവത്താണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. വീണ്ടും അയാൾ തന്റെ പിതാവിനെ നോക്കി. എന്റെ പരിചയക്കുറവ് എന്നെ എത്തിച്ച ദാരിദ്ര്യത്തിന്റെയും നിരാശയുടെയും കയത്തെക്കുറിച്ച് ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും അവസാനിക്കുന്നതൊന്നുമല്ല ദുരന്തങ്ങളുടെ ചങ്ങല. നഗരത്തിന്റെ പുറമതിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അടിമ ജോലിക്കാരെ മേൽനോട്ട നിർവ്വഹണം നടത്താനുള്ള ഒരു ജോലി കിട്ടിയപ്പോഴാണ് എനിക്കത് വന്നത്. ധനസമ്പാദനത്തിന്റെ പ്രഥമ നിയമം എനിക്ക് നൽകിയ അറിവിലൂടെ ഞാൻ ആദ്യത്തെ വരവിൽ നിന്നും ഒരു ചെമ്പു നാണയം മിച്ചം വെച്ചു. പിന്നീട് ഓരോ അവസരത്തിലും അത് ചേർത്തതിൽ തുടർന്ന് എനിക്കൊരു വെള്ളി നാണയം ഉണ്ടായി. സാവധാനത്തിൽ നടക്കുന്ന പ്രക്രിയയാണത്. ഇതിൽ പറയുന്നത് ഇദ്ദേഹത്തിന് പല കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം പിന്നെ പണമൊക്കെ നഷ്ടപ്പെട്ടു. വീണ്ടും പണക്കാരനായത് എങ്ങനെയാന്നുള്ളത് അദ്ദേഹം ഒരു കഥയിലൂടെ സൂചിപ്പിക്കാൻ പോവാണ്. അപ്പോ അർക്കാട് എന്ന് പറഞ്ഞ ഒരാളെ മകനാണ് നമസീർ. ഇദ്ദേഹം അർക്കാട് വലിയ സമ്പന്നനായതിനു ശേഷം മകനെ കുറച്ച് സ്വർണ്ണനാണയങ്ങളായിട്ട് വേറെ രാജ്യത്തേക്ക് പറഞ്ഞേക്കാണ് ബിസിനസ് തുടങ്ങാനും സ്വന്തമായിട്ട് അധ്വാനിക്കാനും. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പല കച്ചവടങ്ങൾ ചെയ്ത് നഷ്ടപ്പെട്ടു. അപ്പം അദ്ദേഹം അച്ഛനോട് പറയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, കേവലം ഒരു 100 രൂപയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പൊ നമുക്കൊരു വലിയ തുക ഈ ചെമ്പ് നാണയത്തിൽ നിന്ന് അദ്ദേഹം സ്വർണ്ണ നാണയത്തിലേക്കാണ് വന്നത്. അതുപോലെ പഴുത്തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു കൂട്ടുന്നെങ്കിൽ 50 രൂപയാണ് അല്ലെങ്കിൽ 30 രൂപയാണ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതെങ്കിൽ ആ 20 രൂപയുടെ മൂല്യം അറിയണമെങ്കിൽ ഒരു 5 വർഷമോ 10 വർഷമോ വേണം. അതേപോലെ ഈ 100 രൂപ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു 5 വർഷമോ അതേപോലെ 10 വർഷം ആയി കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ ചെറിയൊരു തുകയാണ് നമ്മൾ മാറ്റി വെക്കുന്നത് നിസ്സാരമായി കാണാതെ നമ്മൾ എന്താ ചെയ്യുക, എന്നും തുക മാറ്റി വെക്കുക. അല്ല എല്ലാ മാസത്തിലേക്കും നമ്മൾ തുക മാറ്റി വെക്കുക. കുറച്ച് സംഖ്യ ആയതിനു ശേഷം അത് എന്താക്കുക, വല്ല പോസ്റ്റ് ഓഫീസിലൊക്കെ RD-ലോക്കോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ATM കാർഡും പിന്നെ ഗൂഗിൾ പേ ഒന്നുമില്ലാത്ത മറ്റൊരു അക്കൗണ്ടിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും ആ പൈസ സ്വരൂപിച്ച് വെക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ അത് ചേർന്നതായി എനിക്കൊരു വെള്ളി നാണയം ഉണ്ടായി. സാധാരണ നടക്കുന്ന പ്രക്രിയയാണത്. കാരണം ഒരാൾക്ക് ജീവിക്കുകയും വേണമല്ലോ. മനസ്സിലായ ഞാൻ ചെലവഴിച്ചത്. കാരണം 10 വർഷങ്ങൾക്ക് എന്നെ അങ്ങനെ സ്വർണ്ണാണം സമ്പാദിക്കണമെന്ന് ഞാൻ ഉറച്ച് തീരുമാനിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് വിജയിക്കാൻ കാരണം. അതേപോലെ നമുക്ക് ഇതിലൊരു വാക്ക് പറയാനുണ്ട്, നമുക്ക് ജീവിക്കുകയും വേണമല്ലോ. അപ്പൊ 1000 കിട്ടുന്ന ആള് ചിലപ്പോ
ഒരു 500 രൂപ നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ല. മാറ്റി വെച്ചാലും അത് വീണ്ടും ഒരു ആവശ്യത്തിന് എടുക്കേണ്ടി വരുന്നൊരവസ്ഥ വരും. അപ്പൊ നമ്മളെന്താക്കുക, എടുക്കൂല എന്ന് തീരുമാനിച്ചാൽ നമുക്ക് പറ്റുന്ന, അത് ചിലപ്പോൾ ബാച്ചിലേഴ്സ് ആയ ആളുകൾക്കൊക്കെ ചിലപ്പോൾ പറ്റും. 1000 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ 500ഒക്കെ മാറ്റി വെക്കാൻ പറ്റും. അപ്പൊ ചെലവുകളുള്ള ആളുകൾ എന്താക്കുക, അതിനനുസരിച്ച് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ച തുക വീണ്ടും എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അത് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ഞാനുമായി നല്ല സൗഹൃദത്തിലായിരുന്ന അടിമ ഉടമസ്ഥ എന്നോട് പറഞ്ഞു, നീ സമ്പാദിക്കുന്നല്ല നിയന്ത്രണമില്ലാത്ത ചിലവാക്കാത്ത ഒരു വിദ്യാഭ്യാസമുള്ള യുവാവാണ്. എന്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാക്കുന്ന മിച്ചം വെച്ച സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടല്ലോ. ഉണ്ട്, ഞാൻ മറുപടി പറഞ്ഞു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ അച്ഛൻ നൽകിയതും എനിക്ക് നഷ്ടപ്പെട്ടതുമായ സ്വർണ്ണ നാണയങ്ങൾ സ്വരൂപിച്ച് വെക്കുക എന്നത്. ഉചിതമായ അഭ്യഷ്ടമാണത്, സമ്മതിക്കുന്നു. നിനക്കറിയാമോ, നിന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യുകയും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ നമ്മളെ കയ്യിലുള്ള ഗോൾഡ് ആണെങ്കിലും നമ്മളെ കയ്യിലുള്ള നമ്മൾ എടുക്കാതെ വെച്ച പിന്നെ ആവശ്യത്തിലധികമുള്ള ഭൂസ്വത്താണെങ്കിലും അതേപോലെ തന്നെ പണമാണെങ്കിലും ഒക്കെ അത് നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നുള്ളതാണ്. അതായത് നമുക്കത് ഇരട്ടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട്, അതേപോലെ നഷ്ടപ്പെടുത്താനുള്ള അവസരങ്ങളുണ്ട്. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുക. കഷ്ടം, എന്റെ അനുഭവം കൈപ്പേറിയതാണ്. കാരണം എന്റെ പിതാവിന്റെ സ്വർണ്ണ നാണയങ്ങൾ എന്നെ വിട്ട് ഓടിയകന്നു. ഇന്നെനിക്ക് പേടി എന്റെ സ്വർണ്ണ നാണയങ്ങളും അത് തന്നെ ചെയ്യുമോ എന്നാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പിതാവ് കൊടുത്ത സ്വർണ്ണ നാണയങ്ങൾ ഓടിയകലാൻ കാരണം എന്താ, ഇദ്ദേഹം അറിയാത്ത ബിസിനസ് ചെയ്തു, ചൂതാട്ടങ്ങളിലൊക്കെ ഏർപ്പെട്ടു, അങ്ങനെ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമ്മളും ഓരോ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പഠിക്കുക എന്നുള്ളതാണ്. നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ലാഭകരമായ പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നൊരു പാഠം ഞാൻ നിനക്ക് തരാം, അയാൾ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ പുറംമതിൽ പണി പൂർത്തിയാക്കുന്ന രാജാവിന്റെ ശത്രുക്കളിൽ നിന്നും നഗരത്തെ സുരക്ഷിതമാക്കാനുള്ള ഓരോ പ്രവേശന രീതിയും വെങ്കലം കൊണ്ടുള്ള വലിയ കവാടങ്ങൾ നിർമ്മാണത്തിന് തയ്യാറായിരിക്കും. ഈ കവാടങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ മൊത്തം ലോഹം നീനവയിലിൽ ഇല്ല. ഇതിനെക്കുറിച്ച് രാജാവ് ചിന്തിച്ചിട്ടുമില്ല. എന്റെ പദ്ധതി ഇതാണ്. നമ്മളുടെ ഒരു സംഘം അവരുടെ കയ്യിലുള്ള പണം ഒന്നിച്ചു ചേർന്ന് ഒരു സാർത്ഥവാ സംഘത്തെ വിദൂര സ്ഥലങ്ങളിലേക്ക് തകരവും ചെമ്പും കിട്ടുന്ന ഖനിയിലേക്ക് അയച്ച് കവാടങ്ങൾക്ക് വേണ്ട ലോഹം കൊണ്ടുവരികയും വൻ കവാടങ്ങൾ നിർമ്മിക്കൂ എന്ന് രാജാവ് കൽപ്പിക്കുമ്പോൾ നമുക്ക് മാത്രമേ ലോഹം എത്തിച്ചു കൊടുക്കാൻ കഴിയൂ. നല്ല തുക രാജാവ് നൽകുകയും ചെയ്യും. ഇനി രാജാവ് നമ്മളിൽ നിന്ന് വാങ്ങുന്നില്ലെങ്കിൽ പോലും പുറത്ത് ന്യായമായ വിൽക്കാനുള്ള ലോഹം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം ഇതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പൊ നമ്മളും എന്ത് ചെയ്യുക, ഓരോ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കണ്ടെത്തുക. നാളെ ഈ നാടിന് ആവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ചില കച്ചവടക്കാരൊക്കെ കണ്ടില്ലേ, പെട്ടെന്ന് കച്ചവടം വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. കാരണം എന്താ, ആ പിന്നെ ഗ്രാമത്തിലേക്ക് ആവശ്യമായ സാധനം എന്താണ് എന്ന് അവര് കണ്ടെത്തുകയാണ്. എന്നിട്ട് ആ ബിസിനസ് തുടങ്ങുമ്പോൾ പിന്നെ പെട്ടെന്ന് ക്ലിക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയാണ്. അയാളുടെ ആ നിർദ്ദേശത്തിൽ 3-ാം നിയമം അനുസരിക്കാനുള്ള ഒരവസരം ഞാൻ കണ്ടു. അപ്പൊ 2 നിയമമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഒന്ന് മിച്ചം വെക്കുക, രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുക. 3-ാം നിയമം അനുസരിക്കാനുള്ള ഒരു അവസരം ഞാൻ കണ്ടു. വിവേകമുള്ള ആളുകളുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് എന്റെ സമ്പാദ്യം നിക്ഷേപിക്കുക. എനിക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. ഞങ്ങളുടെ കച്ചവട കൂട്ടുകെട്ട് ഒരു വിജയമായിരുന്നു. ഈ ഇടപാടിലൂടെ എന്റെ ധനശേഖരണം വലിയ തോതിൽ വർദ്ധിച്ചു. വഴിയെ ആ കൂട്ടുകെട്ടിന്റെ മറ്റു സംരംഭങ്ങളിലും ഞാൻ ഒരംഗമായി ഞാൻ സ്വീകരിക്കപ്പെട്ടു. ധനം ലാഭകരമായി കൈകാര്യം ചെയ്യാൻ അറിവുള്ള ആളുമായിരുന്നു അവർ. അപ്പൊ എന്താ അറിയോ, നമ്മള് ഒരു ടീമിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എനിക്കറിയാം, എന്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ സൗദിയിലുള്ള കാലത്തൊക്കെ അവര് ഏതെങ്കിലും ഒരു ഷോപ്പിൽ എന്താക്കും, ഇൻവെസ്റ്റ് ചെയ്യും, അവിടെ പോയി പഠിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അവരെന്തെങ്കിലും സൈലന്റ് പാർട്ണറായിരിക്കും. അവർക്ക് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭം ഉണ്ടാവും. പക്ഷെ അതൊന്ന് ചാലുമായി, രണ്ടാമത്തെ ചാലുമായി കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങൾ നമ്മൾ തേടി വരും. പിന്നെ നമ്മളെന്താണ് എഫേർട്ട് എടുക്കേണ്ടിയില്ല, നമ്മൾ പണം മാത്രം മുടക്കിയാൽ മതി. അത് നടത്തുന്ന ആളുകൾക്ക് അതിനുള്ള കഴിവുള്ള എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അതിനുള്ള കഴിവുള്ള ആളുകളൊക്കെ ആയിരിക്കും ഒരു ടീമായി മാറും. നമ്മളെന്താക്കുക, ഇത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിലേക്ക് അവസരങ്ങളും അതിനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. വഴിയെ ആ കൂട്ടുകെട്ടിന്റെ മറ്റു സംരംഭങ്ങളുടെ അംഗമായി ഞാൻ സ്വീകരിക്കപ്പെട്ടു. ധനം ലാഭകരമായി കൈകാര്യം ചെയ്യാൻ അറിവുള്ള ആളുകളായിരുന്നു അവർ. സംരംഭങ്ങളിൽ ഇറങ്ങും മുമ്പ് വളരെ ശ്രദ്ധയോടെയാണ് അവരുടെ മുന്നിൽ വന്ന ഓരോ പദ്ധതിയും കുറിച്ചും ചർച്ച ചെയ്തത്. അവരുടെ മുതൽ നഷ്ടപ്പെടുന്ന യാതൊന്നിലും അവർ ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്നില്ല. അതുപോലെ തങ്ങളുടെ പണം തിരിച്ചു കിട്ടില്ലാത്ത ലാഭകരമായ ഒരു നിക്ഷേപത്തിലും അവർ ഭാഗ്യം പരീക്ഷിച്ചില്ല. കുതിരപ്പന്തയമോ എന്റെ പരിചയക്കുറവിൽ ഞാൻ ചേർന്ന കൂട്ടുകച്ചവടമോ പോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് അവരുടെ ചെറിയ പരിഗണന പോലും കിട്ടില്ലായിരുന്നു. അവർ അപ്പോൾ തന്നെ അവരുടെ ദൗർലഭ്യങ്ങൾ, അത് നെഗറ്റീവ് സൂചിക്കുമായിരുന്നു. അപ്പൊ നമ്മളൊരു ടീമായിട്ട്
ചെയ്താൽ അതാണ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളടുത്ത് പണം ഉണ്ടെങ്കിലും നമ്മൾ എന്താക്കുക, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പണം ഉണ്ടെങ്കിലും നമുക്ക് ഒരു അറിവുള്ള ടീമുമായിട്ട് ചെയ്താൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരതിനെ ചൂണ്ടിക്കാട്ടി അതിനെ തിരുത്തും എന്നുള്ളതാണ്. അപ്പം ഈ ആളുകളുമായുള്ള ബന്ധങ്ങളിലൂടെ എന്റെ പണം ലാഭകരമായി, അപ്പം സ്വന്തമായിട്ട് കച്ചവടം ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, വിജയിച്ച ആളുകൾ നമുക്കറിയാം. പക്ഷെ എന്താണ്, അവരൊക്കെ തുടക്കത്തിൽ ഒരുപാട് പണം നഷ്ടപ്പെട്ടവരാണ്. അത് നമുക്ക് അറിയാണ്ടാവും. കാരണം നമ്മൾ അവരുടെ വിജയകഥ മാത്രമാണ് വായിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. അപ്പൊ അവരതിൽ നിന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് ആണ് ഒറ്റക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോഴും വലിയ വലിയ സംരംഭങ്ങൾക്കൊക്കെ നമുക്കറിയാം, ഒറ്റക്ക് കോടികൾ ഉണ്ടായിട്ടും അത് ടീമായി ചെയ്യുന്നത് എന്താണ്, എല്ലാവരുടെയും അവരുടെ കൈകളും പിന്നെ അതേപോലെ കണ്ണുകളും എത്താൻ പറ്റില്ല. അപ്പൊ കാരണം മറ്റു രാജ്യത്താകുമ്പോൾ പെട്ടെന്ന് പോയി വരാൻ പറ്റില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, നാളെയിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ടീം വർക്കായിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഈ ആളുകളുമായി ബന്ധത്തിലൂടെ എന്റെ പണം ലാഭകരമായ വിധം തിരിച്ചു കിട്ടുന്ന നിക്ഷേപങ്ങൾ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ഞാൻ പഠിച്ചു. വർഷങ്ങൾ അങ്ങനെ നീങ്ങിയപ്പോൾ എന്റെ നിധി കൂടുതൽ വേഗത്തിൽ വളരാൻ തുടങ്ങി. എനിക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് തിരിച്ചു കിട്ടും. എന്റെ നിർഭാഗ്യങ്ങൾ, പരീക്ഷണങ്ങൾ, വിജയങ്ങൾ എന്നിവയിലൂടെ ധനത്തെക്കുറിച്ചുള്ള പഞ്ച നിയമങ്ങളുടെ വിവേകം ഞാൻ വീണ്ടും വീണ്ടും പരീക്ഷിച്ചു. ഓരോ പരീക്ഷണത്തിനും അവയെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. ഈ പഞ്ച നിയമങ്ങൾ അറിയാത്തവർക്ക് ധനം ഇടയ്ക്കിടെ വരികയില്ല, പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ച നിയമങ്ങൾ നോട്ട് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്താലുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഇനി ആ 5 കാര്യങ്ങൾ അടുത്ത താളുകളിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ നോട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് നോട്ട് ചെയ്യുക. ഈ പഞ്ച നിയമങ്ങൾ അനുസരിക്കുന്നതാരോ അയാൾക്ക് ധനം വരികയും തന്റെ കർത്തവ്യബോധമുള്ള അടിമയെ പോലെ പണിയെടുക്കുകയും ചെയ്യുന്നു. തന്റെ സംസാരം നിർത്തി നോമസീർ മുറിയിലെ പിൻവശത്ത് നിന്ന് ഒരു അടിമയെ വിളിച്ചു. അടിമ ഓരോ തവണയായി 3 ഭാരമുള്ള സഞ്ചികൾ കൊണ്ടുവന്നു. നോമസീർ അതിലൊരു സഞ്ചി എടുത്ത് പിതാവിന്റെ മുന്നിൽ നിലത്ത് വെച്ചു. അദ്ദേഹം വീണ്ടും അഭിസംബോധന ചെയ്തു. അങ്ങ് എനിക്ക് തന്നിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ, ബാബിലോൺ സ്വർണ്ണ നാണയങ്ങളുടെ ഒരു സഞ്ചിയാണിത്. ഇപ്പോൾ ഞാൻ അങ്ങക്ക് അതത്ര തന്നെ ഭാരമുള്ള ഒരു സഞ്ചി നീനവയിലെ സ്വർണ്ണ നാണയം തരികയാണ്. എല്ലാവരും അംഗീകരിക്കുന്നത് പോലെ തുല്യമായ വിനിമയം. വിവേകം കൊത്തി എഴുതിയ ഒരു മൺഫലകവും അങ്ങ് എനിക്ക് തന്നിരുന്നു. ആ വിവേകം കൊത്തി എഴുതിയ മൺഫലകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പഞ്ച നിയമങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പണമൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് ഈ പഞ്ചനിയമം അദ്ദേഹം നോക്കി അവസാനം. അപ്പൊ അതിൽ നിന്നും ഉൾക്കൊണ്ട വിവേകം ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം വീണ്ടും ധനികനായത്. നോക്കൂ, അതിന് പകരം ഞാൻ 2 സ്വർണ്ണ നാണയങ്ങൾ സഞ്ചികൾ തിരിച്ചു തരുന്നു. ഇത് പറഞ്ഞു അടിമയുടെ കയ്യിൽ ബാക്കി 2 സഞ്ചിയും വാങ്ങി നേരത്തെ ചെയ്തതുപോലെ പിതാവിന്റെ മുന്നിൽ നിലത്ത് വെച്ചു. ഇത് ചെയ്യുന്നത് അങ്ങയുടെ സ്വർണ്ണ നാണയത്തെക്കാൾ ഞാൻ അങ്ങയുടെ വിവേകത്തെ എത്ര വിലമതിക്കുന്നു എന്ന് തെളിയിക്കാനാണ്. എന്നാൽ വിവേകത്തിന്റെ മൂല്യം എത്രയെന്ന് സ്വർണ്ണത്തിന് അളക്കാൻ ആർക്ക് കഴിയും? ഇത് ഈ 3 സഞ്ചികളും തെളിയിക്കുന്നത് പോലെ വിവേകമില്ലെങ്കിൽ ധനമുള്ളവൻ അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. എന്നാൽ വിവേകമുണ്ടെങ്കിൽ ധനം ഇല്ലാത്തവന് അത് നേടിയെടുക്കാൻ കഴിയും. നമുക്ക് എന്താക്കാം, ഒരു കാര്യത്തിൽ പിന്നെ ആശ്രയിക്കാം. അപ്പൊ ധനം ഇല്ലെങ്കിലും എന്താണ്, നമുക്ക് ധനം സമ്പാദിക്കാനുള്ള ഒരു വിവേകം നമ്മളെ കയ്യിൽ ഉണ്ടായാൽ മതി. അപ്പൊ അതിനു വേണ്ടി പഠിക്കുക, അതിനു വേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുക, അതിനുള്ള കമ്മ്യൂണിറ്റിയിൽ ചേരുക, അതിനുവേണ്ടി നിരന്തരം പഠിച്ചാൽ എന്താണ്, ധനം നമ്മളിലേക്കും വരുന്നതാണ്. ധനം ആരിലേക്ക് വന്നിട്ടും കാര്യമില്ല, അത് നിലനിർത്താനും അത് ഇരട്ടിപ്പിക്കാനും പഠിക്കാനാണ് ഈ പുസ്തകം നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഈ പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രമല്ല, അപ്പൊ ലോട്ടറി അടിച്ച ആളുകളൊക്കെ നമുക്കറിയാം, പെട്ടെന്ന് പണം നഷ്ടപ്പെടാൻ കാരണം എന്താ, അത് പിന്നെ അറിയിക്കാത്ത പണം ആയതുകൊണ്ടല്ല, അത് ഉപയോഗിക്കാനുള്ള അവർക്ക് അറിയില്ല. പണക്കാർക്ക് അത് ഉപയോഗിക്കാൻ അറിയാം, കാരണം അവർ ചെറിയ തട്ടിൽ നിന്നും അത് ഉണ്ടാക്കി എടുത്തതാണ്. അപ്പൊ അത് എങ്ങനെ ഇരട്ടിപ്പിക്കാൻ അവർക്കറിയാം. പെട്ടെന്ന് പണം കിട്ടുന്ന ആളുകൾക്ക് അത് എങ്ങനെ ചെലവാക്കാം എന്ന് മാത്രമേ അറിയുള്ളൂ. അതെങ്ങനെ ഇരട്ടിപ്പിക്കാൻ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് അവര് അത് പഠിക്കുന്നില്ല. പഠിക്കുമ്പോഴേക്കും അവരുടെ കയ്യിലുള്ള പണമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ നമ്മളെന്താക്കുക, നമ്മുടെ കയ്യിൽ വിവേകമുണ്ടെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഒരു പോയിന്റിൽ പറയുന്നത്. പിതാവെ, അങ്ങയുടെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വിവേകം കാരണമാണ് എനിക്ക് സമ്പന്നനാകാൻ കഴിയുന്നത്. ആളുടെ മുന്നിൽ ആദരിക്കപ്പെടുന്നയാളാകാൻ കഴിഞ്ഞത് എന്നിവ എനിക്ക് അഗമ്യമായ സംതൃപ്തി തരുന്നു. ആർക്കാട് സ്നേഹത്തോടെ തന്റെ കൈ മകന്റെ തലയിൽ വെച്ചു. നീ നിന്റെ പാഠങ്ങൾ നന്നായി പഠിച്ചു. എന്റെ സമ്പത്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു മകൻ എനിക്കുണ്ടായതിൽ തീർച്ചയായും ഞാൻ ഭാഗ്യവാനാണ്. കൽബാബ് തന്റെ കഥ അവസാനിപ്പിച്ച് തന്റെ ശ്രോതാക്കളെ വിമർശന ബുദ്ധിയോടെ നോക്കി. നോമസീറിന്റെ ഈ കഥയിൽ നിങ്ങൾക്ക് കിട്ടിയ പൊരുൾ എന്താണ്? അദ്ദേഹം തുടർന്നു. നിങ്ങൾക്ക് ആർക്ക് നിങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ പിതാവിന്റെയോ അടുത്ത് പോയി സമ്പാദ്യം വിവേകത്തോടെ കൈകാര്യം ചെയ്ത് വിവരം നൽകാൻ പറ്റും? അദ്ദേഹം അപ്പോ നമസീറിന്റെ ഒരു കഥ അദ്ദേഹത്തിന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോ അത് കേട്ടിട്ട് അദ്ദേഹം അടിമയോട് ചോദിച്ച കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് അറിവ് നേടി, ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, ഒരുപാട് പണം സമ്പാദിച്ചു. പക്ഷെ എന്റെ കയ്യിൽ
പക്ഷെ കഷ്ടം, എന്റെ കയ്യിൽ സമ്പത്തൊന്നും പറയാനൊന്നുമില്ല. എന്റെ സമ്പാദ്യത്തിന്റെ ചിലത് ഞാൻ വിവേകത്തോടെ ചിലവാക്കി, ചിലത് അവിവേകത്തോടെ. മിക്കതും എനിക്ക് നഷ്ടപ്പെട്ടത് അവിവേകത്തിലൂടെ വഴിയിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഈ ആരാധ്യമായ മനുഷ്യൻ എന്തായിരിക്കും ചിന്തിക്കുക? നിങ്ങൾ ഇനിയും കരുതുന്നുണ്ടോ നിങ്ങൾക്ക് ധാരാളം സമ്പത്തുള്ളതും ചിലർക്കൊന്നുമില്ലാത്തതും വിധിയുടെ അനൗചിത്യമാണെന്ന്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ധനത്തിന്റെ പഞ്ചനിയമങ്ങൾ അറിയുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് സമ്പത്തുണ്ടാവും. എന്റെ യുവത്വകാലത്ത് ഈ പഞ്ചനിയമങ്ങൾ പഠിക്കുകയും പിന്തുടരുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു ധനികനായ കച്ചവടക്കാരനായത്. അല്ലാതെ ഏതെങ്കിലും വിചിത്രമായ ചെപ്പടി വിദ്യ കൊണ്ടല്ല ഞാൻ സമ്പത്ത് അറിയിച്ചത്. പെട്ടെന്ന് വരുന്ന സമ്പത്ത് അതേപോലെ പോവുകയും ചെയ്യും. അതിന്റെ ഉടമസ്ഥന് ആനന്ദവും സംതൃപ്തിയും തരുന്ന സമ്പത്ത് സാവകാശം വരുന്നതാണ്. കാരണം അറിവിന്റെയും ദൃഢതയും ഉദ്ദേശത്തിന്റെയും സന്തതിയാണത്. ഒരു ചിന്താശക്തി മനുഷ്യന് സമ്പത്ത് ഉണ്ടാക്കുക എന്നാൽ വളരെ ചെറിയ ഭാരം പേറുക എന്നാണ്. ആ ഭാരം വർഷങ്ങളായി സ്ഥിരമായി പേറുന്നതോടെ അയാൾ തന്റെ അന്തിമ ലക്ഷ്യം നേർന്നു. പാലിക്കുകയാണെങ്കിൽ ഈ പഞ്ചനിയമങ്ങൾ നിങ്ങൾക്ക് സമൃദ്ധമായ പാരിതോഷികം നൽകും. ഈ പഞ്ചനിയമങ്ങൾ ഓരോരുത്തരും അർത്ഥവത്തുള്ളതാണ്. എന്റെ കഥയിലെ സംഗ്രഹത്തിന് നിങ്ങൾ അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവ ആവർത്തിക്കാം. എനിക്കവ മനഃപ്പാഠമാണ്. കാരണം എന്റെ യുവത്വകാലത്ത് എനിക്കതിന്റെ മൂല്യം അറിയാൻ കഴിഞ്ഞിരുന്നു. അവ അക്ഷരാർത്ഥത്തിൽ അറിയുന്നതിന് ഞാൻ സമർത്ഥയായിരുന്നില്ല. അപ്പോ ഇതിലിപ്പോ ഈ പഞ്ചനിയമങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്, അതാണ് പെട്ടെന്ന് വായിച്ചു പോയത്. അപ്പൊ ഇനി ഈ പഞ്ചനിയമങ്ങൾ ഒന്ന് ചെറിയ രീതിയിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള 5 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഞാനത് വായിക്കണോ അല്ലെങ്കിൽ ബാബിലോണിലെ ഉണ്ടിക്കാരൻ, അതായത് പലിശക്കാരൻ എന്നുള്ള വേറൊരു അധ്യായം അതിലേക്ക് കടക്കണോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇത് കേട്ടവരൊന്ന് പറയോ? പിന്നെ ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ടേ സംസാരിച്ചാൽ മതി. അതായത് സ്വർണ്ണത്തിന്റെ പ്രഥമ നിയമം, സ്വർണത്തിന്റെ രണ്ടാം നിയമം, സ്വർണത്തിന്റെ മൂന്നാം നിയമം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വായിച്ചു പോകണോ അല്ലെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് കടക്കണോ? അതായത് ഈ പഞ്ചനിയമങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നറിയാനോ? മനസ്സിലായി ആവാത്തവർക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടി അടുത്ത അധ്യായം ഈ ഒരു പേജുകളിൽ പറയുന്നുണ്ട്. അതായത് സ്വർണത്തിന്റെ പ്രഥമ നിയമം എന്ന് പറയുന്നത് തന്റെയും കുടുംബത്തിന്റെയും ഭാവിക്കായി ഭൂസ്വത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി തന്റെ സമ്പാദ്യത്തിന്റെ 10% കുറയാതെ മാറ്റിവെക്കുക. ഏതൊരു മനുഷ്യർക്കും ധനം സമ്പന്നത വർദ്ധിച്ച ആളുകളിലേക്കും വരുന്നു. തന്റെ സമ്പാദ്യത്തിന്റെ 10% സ്ഥിരമായും ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുന്ന ഏതൊരു മനുഷ്യനും തീർച്ചയായും വലിയേറെ ഭൂസ്വത്ത് ഉണ്ടാക്കാൻ കഴിയും. അത് ഭാവിയിൽ അയാൾക്ക് ഒരു വരുമാനം നൽകുകയും ദൈവങ്ങൾ അയാളെ ഇരുട്ടിന്റെ ലോകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അത് അയാളുടെ കുടുംബത്തിന് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യും. ഈ നിയമങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് അങ്ങനെയുള്ള ഒരാളിലേക്ക് ധനം സന്തോഷത്തോടെ വരുന്നു എന്നാണ്. എന്റെ സ്വന്തം ജീവിതത്തിലേക്ക് എനിക്കിത് ശരിക്കും സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഞാൻ എത്രയധികം സ്വർണ്ണ നാണയങ്ങൾ ശേഖരിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ വർദ്ധിച്ച അളവിൽ അത് എന്നിലേക്ക് പിന്നെയും വരുന്നു. നിങ്ങളുടേതുപോലെ എന്റെ മിച്ചം വെക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നു, അതിന്റെ വരുമാനം കൂടുതൽ സമ്പാദിക്കുന്നു. ഇതാണ് പ്രഥമ നിയമത്തിന്റെ പ്രവർത്തനം. അതായത് സ്വർണ്ണത്തിന്റെ ഒന്നാം നിയമമാണ് ഞാൻ ഇപ്പൊ വായിച്ചത്. അപ്പൊ ഇങ്ങനെ വായിച്ചു പോകണോ? രണ്ടാം നിയമവും മൂന്നാം നിയമവും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ 5 നിയമങ്ങളുണ്ട്. അത് വായിച്ചു പോകണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സാറൊന്ന് വാങ്ങിച്ചോളൂ. പുതിയതായി വന്ന ആളുകൾക്ക് ചിലപ്പോ അറിഞ്ഞൊന്നും വരില്ല. സാറിന്റെ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ആ അപ്പോ വായിച്ചു പോവാം. താങ്ക് യു. സ്വർണത്തിന്റെ രണ്ടാം നിയമം പറയുന്നത് മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണോ, നമ്മള് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. നമ്മൾ ചെറുതായിട്ട് ഇപ്പോ പിന്നെ ചെറിയ വലിയ ഈ പോസ്റ്റ് ഓഫീസിലോ ഇൻഷുറൻസിലൊക്കെ കൂടിയ ആളുകൾക്ക് അറിയാം 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അത് വലിയൊരു തുകയായിട്ട് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മളെന്താ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മളിപ്പോ രാവിലെ ഉണർന്നത് കൊണ്ടോ ഉറക്കം എന്ന് പറഞ്ഞാൽ ആ നല്ല സുഖമായ ഒരു സംഭവം ഒഴിവാക്കി ഇതിൽ വന്ന് ഈ ക്ലാസ് കേട്ടത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെ വേണം. അല്ല 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നവർക്ക് ഇരിക്കും, ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റെപ്പ് ഇന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. ഇന്ന് മുതൽ നമുക്ക് 100 രൂപ മാറ്റി വെക്കാൻ പറ്റുന്നെങ്കിൽ 100 രൂപ മാറ്റി വെക്കുക. ഒരു RD ഒരു FD തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, എന്നാലേ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കുറെ പുസ്തകം വായിച്ചുകൊണ്ടോ ക്ലാസ് കേട്ടോണ്ടോ നമുക്കൊരു പക്ഷേ വിജയിക്കാൻ പറ്റണമെന്നില്ല. അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ ആളുകളായാലും പഴയ ആളുകളായാലും കൂട്ടത്തിൽ എന്നോട് തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് കിടക്കുന്നു. അടുത്ത സ്വർണത്തിന്റെ രണ്ടാം നിയമത്തിലേക്ക്. സ്വർണ്ണ നാണയങ്ങൾക്ക് ലാഭകരമായ തൊഴിൽ കണ്ടെത്തുന്ന ബുദ്ധിമാനായ ഉടമയ്ക്ക് വേണ്ടി അവ ഉത്സാഹത്തോടെയും സമൃദ്ധിയോടെയും അധ്വാനിക്കുകയും വയലിലെ ആട്ടിൻകുട്ടങ്ങളെ പോലെ പെരുകുകയും ചെയ്യുന്നു. സ്വർണ്ണ നാണയങ്ങൾ തീർച്ചയായും സന്നദ്ധനായ ഒരു തൊഴിലാളിയാണ്. അവസരങ്ങൾ വരുമ്പോൾ അത് പെരുകാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു. സ്വർണ്ണ നാണയങ്ങളുടെ ഒരു ശേഖര സജ്ജമാകുന്ന ഒരു മനുഷ്യൻ
അതിന്റെ ഏറ്റവും ലാഭകരമായ ഉപയോഗത്തിന് അവസരം ഉണ്ടാകുന്നു. വർഷങ്ങൾക്ക് കഴിയുന്തോറും അത് അതിശയിക്കുന്ന രീതിയിൽ സ്വയം പെരുകുന്നു. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ 1 കോടി രൂപ ഉണ്ടാക്കാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല സത്യം പറഞ്ഞാല്. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആദ്യത്തെ ഒരു 10 ലക്ഷം ഉണ്ടാക്കാനേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല, ഞാൻ അത് ഉണ്ടാക്കിയ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അവരുണ്ടാക്കി വളർന്നു വരുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യം പറയാം. അപ്പൊ ഇതിലുള്ള പല ആളുകൾക്ക് അറിയാമല്ലോ, എന്റെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ്, എന്നെക്കാട്ടിൽ ഒരു 5 വയസ്സ് 10 വയസ്സ് അധികമുള്ളൂ. അപ്പോ അവരൊക്കെ ചെയ്തതെന്ന് വെച്ചാല്, അവന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ പേര് 10 പൈസ എന്നായിരുന്നു. 10 പൈസ എന്ന് എല്ലാവരും വിളിക്കുക. ഞാനൊക്കെ ഇപ്പോഴും അങ്ങനെ സേവ് ചെയ്ത് വെച്ചു. കാരണം അവന് 10 പൈസ സ്കൂളിൽ കൊണ്ടുവരുള്ളൂ, അതിൽ കൂടുതൽ കൊണ്ടുവരില്ല, അങ്ങനെ വന്നത്. അപ്പൊ അദ്ദേഹം ഉള്ള പൈസ സ്വരുക്കൂട്ടി വെച്ച് ചെറുക്കൂട്ടി ഇപ്പൊ ഒരുപാട് സംരംഭങ്ങളായി. ഇപ്പൊ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. ആ ബ്രാൻഡിന്റെ പേരെന്താണെന്നറിയോ? അതാണ് ആ ബ്രാൻഡിന്റെ പേര് ടെൻസ് ബ്രാൻഡ് എന്നാ. 10 പൈസ അദ്ദേഹത്തിന്റെ കളിയാക്കിയിരുന്ന ആ പേരാണ് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നെയിം ആക്കി ഇട്ടത്, ടെന്നി. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ വാഹനങ്ങളുണ്ട്, അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രൈവറ്റ് കാർ, അദ്ദേഹത്തിന്റെ വാനുകളുണ്ട്, സർവീസ് നടത്തുന്ന വാഹനം, ഇതൊക്കെ നമ്പർ 10. അപ്പൊ അതിനൊക്കെ നമുക്കത് ഈ കളിയാക്കിയവർക്കൊക്കെ പഠിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഒരിക്കല് ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നതാണ് പല കാര്യങ്ങളും. പക്ഷെ ബിസിനസിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മൂലധനമല്ല, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പൊ വലിയ ആളുകളൊക്കെ എടുത്ത് നോക്കി അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും അടുത്ത ആളെന്ന നിലയ്ക്ക് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, ചെറിയ പൈസ അങ്ങനെ എന്നും മാറ്റി വെക്കും ജോലിക്ക് പോകുന്ന സമയത്ത്, എന്നിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നതിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായതാണ്. അപ്പൊ ഇൻവെർട്ടറിന്റെ പരിപാടി, മന്തിയുടെ, അതേപോലെ ഇപ്പൊ എക്സ്പോർട്ട് ലൈസൻസ് ഒക്കെ എടുത്ത് പുറത്തേക്കൊക്കെ ദുബായിലേക്കൊക്കെ ഇപ്പൊ അദ്ദേഹം സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും, കുറഞ്ഞ പ്രായമുള്ളൂ. അപ്പോ അതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇതൊക്കെ ഇപ്പൊ നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, നല്ല രീതിയിൽ പഠിച്ചിട്ട് അത് എന്താക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വർണത്തിന്റെ 2ാം നിയമം വായിച്ചു കഴിഞ്ഞു. അപ്പോ ഇനി 3ാം നിയമം, സ്വർണത്തിന്റെ 3ാം നിയമം, ധനം കൈകാര്യം ചെയ്യുന്ന ജ്ഞാനികളായ ആളുകളെ ഉപദേശപ്രകാരം നിക്ഷേപിക്കുന്ന ജാഗ്രതയുള്ള ഉടമയുടെ സംരക്ഷണത്തെ അത് മുറുകെ പിടിക്കുന്നു. ധനം തീർച്ചയായും ജാഗ്രതയുള്ള ഉടമയെ അള്ളിപ്പിടിച്ചിരിക്കുന്നു, അതുപോലെ അശ്രദ്ധനായ ഉടമസ്ഥയിൽ നിന്നും അത് ഓടിപ്പോകുന്നു. ധനം കൈകാര്യം ചെയ്യുന്നതിൽ ജ്ഞാനികളായ ആളുകളെ ഉപദേശത്തിലിടുന്ന ഒരാൾ അയാളുടെ നിധിയെ എങ്ങനെ അപകടത്തിൽപ്പെടാതിരിക്കാം എന്ന് പെട്ടെന്ന് തന്നെ പഠിക്കുന്നു. സമ്പത്ത് സുരക്ഷിതമായി സംരക്ഷിക്കണം, അതിന്റെ സ്ഥിരമായ വർദ്ധിപ്പിനെ സംബന്ധിക്കുന്ന ആശ്രയം പഠിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്താണ്, ഓരോ കാര്യങ്ങളിലേക്കും കൂടുതൽ പഠിക്കുന്നു ജ്ഞാനികളായ ആളുകളിൽ നിന്നും. അതായത് നമുക്കിപ്പോ പല അവസരങ്ങളിൽ പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ പല ആളുകൾ ഇപ്പൊ സൈസാറൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ബിസിനസ് പോകുന്നത് നിവർത്തി കൊടുക്കുന്നു, അതേപോലെ തുടക്കത്തിൽ അവർക്കുള്ള ഗൈഡൻസ്, സ്റ്റാഫിനുള്ള ഗൈഡൻസ്, ഓണേഴ്സിനുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനത്തെ പിന്നെ എന്താണ് സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ നമ്മളെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട്, നമ്മളെ ഐഡിയ വെച്ചിട്ട് ഇപ്പൊ അതിന്റെ വീടിന്റെ അടുത്ത ഒരാള് കുറച്ച് പൈസ ചെലവിച്ചൊരു ബേക്കറിയും കുൾബാറൊക്കെ നടത്തി. അതൊക്കെ ഇപ്പൊ പൂട്ടിപ്പോയി. അപ്പൊ അതൊക്കെ എന്താ, ഈ നാട്ടിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇതിന്റെ തൊട്ടപ്പുറത്ത് വലിയൊരു അങ്ങാടിയുണ്ട്. അപ്പൊ എല്ലാവരും അവിടേക്കാണ് പോവുക. അപ്പൊ കൂടുതൽ പഠിക്കാതെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയൊരു നഷ്ടം സംഭവിച്ചത്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എവിടെങ്കിലും കുറച്ചു കാലം നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, ആ എക്സ്പീരിയൻസ് ആയി നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അല്ലാതെ 2 കട ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മൾ 3ാമത്തേത് ഇടും. അപ്പൊ നമ്മളെന്താക്കുക, കുറച്ച് പണം നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് തുടക്കത്തിൽ. 1 ലക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് 10,000 എടുത്തിട്ട് നമ്മൾ അത് പഠിക്കുക, എന്നിട്ട് 90,000 വെച്ചിട്ട് നമ്മൾ എന്താക്കുക, പിന്നെ ആ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ 1 ലക്ഷം നഷ്ടപ്പെടില്ല. അപ്പൊ സ്വർണത്തിന്റെ 4ാം നിയമം, വൈദഗ്ധ്യമുള്ളവരും അംഗീകരിക്കാത്തതും പരിചയമില്ലാത്തതുമായ കച്ചവടങ്ങളിലോ കാര്യങ്ങളോ നിക്ഷേപിക്കുന്ന ഏതൊരാളിൽ നിന്നും ധനം വൈദ്യുതി പോകും. ധനം കയ്യിലിരുന്നിട്ടും അത് കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമില്ലാത്ത ഒരു മനുഷ്യന് അതിന്റെ പല ഉപയോഗങ്ങളും ഏറ്റവും കൂടുതൽ ലാഭകരമായി കാണപ്പെടുന്നു. മിക്കവാറും അവയെല്ലാം നഷ്ടസാധ്യത നിറഞ്ഞതോ വിവേകികൾ ശരിയായ വിശകലനം ചെയ്താൽ ചെറിയ ലാഭസാധ്യത മാത്രമുള്ളവയോ ആണ്. അതിനാൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ അനുഭവ പരിചയമില്ലാത്ത അതിന്റെ ഉടമസ്ഥൻ സ്വന്തം തീർപ്പിൽ വിശ്വസിക്കുകയും തന്നെ ധനം പരിചയമില്ലാത്ത കച്ചവടത്തിലോ ഉദ്ദേശങ്ങളിലോ അത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. വൈകാതെ അയാൾ മിക്കവാറും തന്റെ തീർപ്പ് അപൂർണമാണെന്ന് കണ്ടെത്തുകയും തന്റെ അനുഭവ പരിചയമില്ലായ്മ കൊണ്ട് വിലയായി തന്റെ ധനശേഖരണം കൊടുക്കുകയും ചെയ്യുന്നു. ധനത്തിന്റെ കൈകാര്യത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ ഉപദേശം തന്റെ ധനശേഖരണം നിക്ഷേപിക്കുന്നയാൾ തീർച്ചയായും വിവേകിയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്വർണത്തിന്റെ 5ാം നിയമം,
ധനത്തെ അസാധ്യമായ സമ്പാദ്യം ഉണ്ടാക്കാൻ നിർബന്ധിക്കുകയോ തന്ത്രശാലികളുടെയും കൗശലക്കാരുടെയും ആകർഷമായ ഉപദേശം പിന്തുടരുകയോ അല്ലെങ്കിൽ അതിന് തന്റെ പരിചയക്കുറവിലും കാൽപ്പനിക ആഗ്രഹങ്ങളിലും നിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും സമ്പത്ത് ഓടിപ്പോകുന്നു. അപ്പൊ നമുക്കറിയാം നമ്മളെ മണി ചെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. അപ്പോ 5-ാം നിയമം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം സാഹസിക കഥകൾ പോലെ ത്രസിപ്പിക്കുന്ന ഭാവനാനിർദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും ധനത്തിന്റെ പുതിയ നിയമങ്ങളിലേക്ക് വരുന്നു. അയാളുടെ ധനശേഖരത്തിന്റെ അസാധ്യമായ സമ്പാദ്യം ഉണ്ടാക്കാൻ പ്രാപ്തമാക്കുന്ന മാന്ത്രിക ശക്തി ഉണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു. എന്നാൽ നിങ്ങൾ വിവേകികളെ ഗൗനിക്കുക. തീർച്ചയായും അവർക്കറിയാം പെട്ടെന്ന് വലിയ സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഓരോ പതിക്കും പിന്നിലുള്ള അപകട സാധ്യതകൾ. അപ്പൊ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുക എന്നൊരാൾ എന്ന് പറയുമ്പോൾ അതിന്റെ അപകട സാധ്യതകളാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. തങ്ങളുടെ മൂലധനം നഷ്ടപ്പെടുകയോ ലാഭകരമല്ലാത്ത നിശ്ചയങ്ങൾ തളിച്ചിടാനോ സാധ്യതയുള്ള ഒരു പരീക്ഷണത്തിനും തയ്യാറാവാത്ത നീനവയിലെ ധനികരെ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞാല് ഞാൻ ബാബിലോണിലെ ഉണ്ടിക്കാരൻ എന്ന് പറയുന്ന പലിശക്കാരൻ എന്നുള്ള ചാപ്റ്റർ എടുക്കാനാണ് ഞാൻ വന്നിരുന്നത്. അത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ എന്ന ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയും അദ്ദേഹത്തിന്റെ കയ്യിലൊരു പണമുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഒരു പലിശക്കാരനെ കാണാൻ പോയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല ആളുകൾ നമ്മളിൽ നിന്നും വായ്പ ചോദിക്കുന്നു, നമ്മൾ അങ്ങനെ കൊടുക്കുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഞാൻ എടുക്കാൻ വിചാരിച്ചത്, പക്ഷെ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൽ പുതിയ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ കഴിഞ്ഞ കാര്യങ്ങൾ ഈ പഞ്ചനിയമങ്ങൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നി. അപ്പോ എനിവേ താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു നൗഫസ്, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു, ഒരുപാട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു ബുക്ക് റീഡ് ചെയ്തൊരു ഫീൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ എനിവേ ടീം മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ, ഈ ഒരു നമ്മുടെ ഈ ഒരു ബുക്കിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് ആ ഒരു ഫീഡ്ബാക്കിംഗ് ടൈമാണ്. സോ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഹായ് മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. നല്ലൊരു എന്താ പറയാ, മനസ്സിൽ ഒരുപാട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ള ഐഡിയാസ് തോന്നുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നതിന്റെ മുന്നേ ഇതൊക്കെ അറിയായിരുന്നു. ഇന്നിപ്പോ ആരായി എന്നുള്ള ചോദ്യം കൂടി എന്റെ മനസ്സിലേക്ക് വരിക. അപ്പൊ നമുക്ക് ഇത് അറിയാൻ കുറച്ച് വൈകി പോയി എങ്കിൽ കൂടി ഇപ്പൊ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ കേൾക്കുന്ന ഓരോ ക്ലാസ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് നല്ലൊരു സെക്ഷൻ ആയിരുന്നു നൗഫൽ എടുത്തത്. അതൊക്കെ എനിക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് പറയാ, ഇപ്പൊ എന്താ പറയാ, പൈസ സമ്പാദിക്കാൻ നമ്മളിപ്പോ ആ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ 1 കോടി സമ്പാദിക്കാൻ ബുദ്ധിമുട്ടില്ലാന്ന്. ശരിയാണ്, ജോലിയുള്ള സമയത്ത് നമ്മൾ ഓരോ രൂപ നീക്കി വെക്കുകയാണെങ്കിലും നമുക്കത് ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും റിട്ടയർഡ് ആകുമ്പോഴേക്കും ഒരു സംഖ്യ ആയിട്ടുണ്ടാവും. നമ്മളത് ചെയ്യാൻ ശ്രമിക്കാറില്ല ആരും. കിട്ടുന്ന പൈസ ചെലവാക്കി അത് കയ്യിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആ ഒരൊറ്റ തോന്നല. പൈസയുടെ മൂല്യം എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു. ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകളാണ്. എന്തായാലും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് നൗഫൽ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് സിന്ധു മാം. ഓക്കെ, വേറെ ആരാ സംസാരിക്കാൻ വരുന്നേ? നിങ്ങൾ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഞാന് മണിസാറ് ചാറ്റ് ചെയ്തപ്പോഴേ മണിസാറിന് ഇത് എന്ത് പറ്റി, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ക്യാമറ ഒന്ന് ഓഫ് ആക്കിയിട്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ക്യാമറ ഓണാക്കണ, സ്ഥിരം ഓണാക്കുന്ന ആൾക്കാരൊന്നും ക്യാമറ ഓണാക്കി കണ്ടില്ല. അപ്പൊ തിരക്കിലാണെന്ന് തോന്നുന്നു. എന്തായാലും പ്രൊഫസറ് പറഞ്ഞ കാര്യങ്ങള്, അതായത് ഡെപ്പോസിറ്റിന്റെ കാര്യങ്ങള്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചെയ്യുന്ന പൈസ പോണ കുറെ പരിപാടികളൊക്കെ ഓർമ്മിപ്പിച്ചു. അതേപോലെ തന്നെ ഈ നൗഫൽ സാർ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വഴിയിലൂടെ അറിവ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകം വായിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ആണെങ്കിലും. ഒരാള് ഉദ്ദേശിക്കണം എനിക്ക് അറിവ് നേടണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ വഴി തുറന്നു തരും. അവിടെ ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ചാൻസ് ഉണ്ട്, ഓരോ വഴികൾ ഇങ്ങനെ തുറന്നു തരും. അപ്പൊ നമുക്ക് അറിവ് കരസ്ഥമാക്കാൻ ഒട്ടും പ്രയാസമില്ല. ചെറിയ സമ്പാദ്യം സമ്പാദിച്ച് ആ അറിവ് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന്
പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ്. താങ്ക് യു സോ മച്ച്. മാജിക് മണി. ഓക്കെ, സർ പറഞ്ഞോളൂ. മാജിക് മണി. നൗഫൽ സാറിന്റെ ക്ലാസ് നന്നായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ, അതൊക്കെ കുറെ അനുഭവങ്ങളൊക്കെ നൗഫൽ സാർ അവിടെ പല ഭാഗങ്ങളും സന്ദർശിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉപകാരകമായ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. വേറെ ആരും കൂടെ ഒരു അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ണികൃഷ്ണ സാറാണ് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരായാലും ചെറിയ വരുമാനമുള്ള ആളുകളായാലും അവർക്ക് പൈസ ഏൺ ചെയ്യാനും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും നല്ല ഡീപ്പായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സർ. പുതിയ ആളുകൾക്കൊക്കെ സംസാരിക്കട്ടോ. ടൈം ഉണ്ട്, ഒരു 3 മിനിറ്റ് കൂടി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സംസാരിക്കാം. മാജിക് മോർണിംഗ്. ഓക്കെ, നസ്ല. നൗഫൽ സാർ നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്. നമുക്ക് എല്ലാവർക്കും പൈസ എന്താ പറയാ സമ്പാദിക്കലെ, ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷെ അതെങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല. എനിക്ക് പോലും എന്താ പറയാ അറിയില്ല. നമ്മള് സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന പലർക്കും പറ്റിയൊരു പണിയൊക്കെ ഡെയിലി 1000 രൂപയ്ക്ക് ജോലിക്ക് സമ്പാദ്യം അല്ലെങ്കിൽ സാലറി കിട്ടുന്ന, നല്ല പൈസ കിട്ടുന്ന ആളുകളായിരിക്കും. പക്ഷെ ഹലോ, മാജിക് മോർണിംഗ് ടു ഓൾ. എങ്ങനെ നമുക്ക് കേൾക്കാമോ? ഹലോ ഹലോ ഹലോ, നെറ്റ്വർക്കിന് ഇഷ്യൂ ആയിരുന്നു. നജില മാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശീല മാം കേട്ടിട്ടുണ്ടാവില്ല. ഹലോ, നിശ്ചല കണ്ടിന്യൂ. അപ്പോ നമുക്ക് സാധാരണക്കാരാണെങ്കിലും കേൾക്കുന്നുണ്ടോ? അതൊന്ന് മ്യൂട്ട് ആക്കി. ഒരാൾ സംസാരിക്കും. നജില സംസാരിക്കട്ടെ, മറ്റേ മ്യൂട്ട് ആക്കി. സാധാരണക്കാരാണെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ അറിയാം. ഇപ്പോൾ 1000 രൂപയ്ക്ക് സമ്പാദിക്കുന്ന ആളാണെങ്കിലും ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എന്റെ അച്ഛനൊക്കെ പണിക്ക് പോയ സമയത്ത് ഡെയിലി 1500 രൂപയൊക്കെ പൈസ കിട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം കിടക്കാൻ നേരം അച്ഛൻ ഇങ്ങനെ പറയുന്നേക്കായിരുന്നു, ഇന്ന് കിട്ടിയ പൈസ ഒന്നും കയ്യിലില്ല. കാരണം വീട്ടിലേക്ക് സാധനം വാങ്ങി, പിന്നെ അവിടുന്ന് ഇവിടുന്ന് ചില്ലറ കടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, അതൊക്കെ കൊടുത്ത്. പക്ഷെ സേവിങ്സ് ആയിട്ടൊന്നും കയ്യിൽ വെച്ചിട്ടില്ല. അപ്പൊ കുറെ അങ്ങോട്ട് ഇങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, എന്തുകൊണ്ട് ഇത്രയും പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് എവിടെ നമുക്ക് സമ്പാദിച്ചു വെക്കാൻ പറ്റാത്തത്? അപ്പൊ ഇപ്പോഴാണ് ഇതിനൊരു ഐഡിയ കിട്ടിയത്, നമുക്ക് എങ്ങനെ സമ്പാദിക്കാന്നൊക്കെ ഉള്ളത്. കഴിഞ്ഞ ബുക്ക് റീഡിങ്ങിന്റെ സമയത്തും ഞാനിങ്ങനെ കേട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പൈസ, ഇത്ര ചെറിയ പൈസയാണെങ്കിലും ഒരു ചെറിയ എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പം ഞാൻ ചെറിയ ചെറിയ കുറികൾക്കൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും കുറച്ച് പൈസ മാറ്റി വെക്കാന്നുള്ള രീതിയിൽ, അത് നല്ല രീതിയാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ഒരു വഴിയാണ് ഇപ്പൊ കണ്ടത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും എനിവേ നന്നായിട്ടുണ്ടായിരുന്നു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നജില കണ്ടോ? നജില ഇപ്പൊ അടുത്ത് നമ്മളെ ബിമാജിക്കിൽ വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അവര് ആ ക്ലാസ് കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാനും എല്ലാറ്റിനും മുന്നോട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉദ്ദേശിച്ചാൽ നമുക്ക് എവിടെ എത്തിച്ചേരാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കണം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു നിസ്ല. ഓക്കെ, ഷില മാം ലെഫ്റ്റ് ആയിട്ടുണ്ടോ? മാമിന് റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ നെക്സ്റ്റ് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന്. ടൈം ആയിട്ടുണ്ട്. ഓക്കെ, മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. സാറ് കേൾക്കാമോ? റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. നൗഫൽ സാർ, ബിഗ് സല്യൂട്ട്, അങ്ങനെ തന്നെ പറയണം.
സാറ് എല്ലാ ആഴ്ചയും ബുധനാഴ്ച നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് റിവ്യൂ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാർ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായി പഠിച്ചു തന്നെയാണ് സാർ ഈ ബുക്ക് റിവ്യൂ നടത്തുന്നത്. അപ്പോ നമ്മള് ഇന്നിപ്പോ കുറച്ച് പേരാണ് ഇപ്പൊ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ശരിക്കും അതിനെക്കുറിച്ച് ശരിക്കും അറിയാനിട്ടാണ്. ഇപ്പൊ നെജില പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് നെജില പുതിയതായിട്ട് വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പില് ചെയ്യുന്ന കാര്യങ്ങൾ ഫീഡ്ബാക്ക് പറയാനായാലും അല്ലെങ്കിൽ അതിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, ഏത് ക്ലാസ്സിലായാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ നെജില തയ്യാറാവുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ അതായത് നമുക്ക് എത്ര ക്ലാസ് കേട്ടോണ്ടോ അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ കേട്ടോണ്ടോ നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു വേണം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, നന്നായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സെക്ഷനും. ഇത് മുന്നേ ബാബിലോണിന്റെ ക്ലാസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നൗഫൽസ്, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. ഓക്കെ, അപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞ പോലെ ഇതിൽ കിട്ടുന്ന പോയിന്റ്സും കാര്യം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ. Thank you, Naufal. Thank you all. Thank you. Thank you, sir. Have a nice day. Thank you.